2025 ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് പാർട്ട് ഒത്തിരി ലെങ്ത് ആയി പോകുമെന്ന് വിചാരിച്ചാണ് ഇത് 2 പാർട്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ രണ്ടാമത്തെ പാർട്ടിൽ ഏതൊക്കെ പുസ്തകങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പുസ്തകം വരുന്നത് എസ് ഹരീഷിന്റെ മീശ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. നെക്സ്റ്റ് വരുന്നത് GR ഇന്ദുഗോപന്റെ അമ്പിളിമോൾ തിരോധാനം, രാജീവ് ശിവശങ്കർ എഴുതിയ റബേക്ക, എസ് കെ ഹരിനാഥിന്റെ കറുത്തച്ഛൻ, TD രാമകൃഷ്ണൻ എഴുതിയ ഫ്രാൻസിസ് ഇട്ടിക്കോര, PF മാത്യൂസിന്റെ ഇരുട്ടിലൊരു പുണ്യാളൻ, SK ഹരിനാഥിന്റെ കുമരൻ, ഷിനു MS എഴുതിയ ജഹന്ന, സരിത ഇട്ടൂപ്പിന്റെ ഇലഞ്ഞികൾ പൂക്കുന്നിടം, പ്രശാന്ത് ബാബു കൈതപ്പുറം എഴുതിയ ആത്മായാനം, സൂരജ് ജലജ സുരേഷ് എഴുതിയ വേടൻ, ഐശ്വര്യ ശ്രീധർ എഴുതിയ അവിഹിതങ്ങളുടെ നിയമപുസ്തകം, മീര എഴുതിയ ആരാച്ചാർ, ഹരിസരള എഴുതിയ ഗുളിക, ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ, മാഹിൻ ഷാജഹാൻ എഴുതിയ പ്രേമപകിട, ഫൈസൽ ഹുസ്നിയുടെ സ്വാതന്ത്ര്യത്തിനുമപ്പുറം, ഭാസ്കർ എഴുതിയ ഉയിഷ്, ബഷീർ എഴുതിയ ആനപ്പൂട, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ, M മുകുന്ദൻ എഴുതിയ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ, ഖാലിദ് ബക്കറിന്റെ ആവാരാഹു, നിസാർ എഴുത്തുമിഷിന്റെ ദായമക്കൈ, ഷംസുദ്ദീൻ കുട്ടത്ത് എഴുതിയ സൂചിയും നൂലും, മുഹമ്മദ് അബ്ബാസിന്റെ ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ, നിയാസ് കരീം എഴുതിയ മരണക്കൂട്ട്, സത്യൻ അന്തിക്കാട് എഴുതിയ ശേഷം വെള്ളിത്തിരയിൽ, മജീദ് സെയ്ദ് എഴുതിയ ചെമ്പിലമണി കൊലക്കേസ്, ലൈല മജ്നു, വിനയകുമാർ എഴുതിയ ഹിഡുംബി, മാടം കുഞ്ഞുട്ടന്റെ ഭ്രഷ്ട്, OV വിജയൻ എഴുതിയ കടൽ തീരത്ത്, അൻവർ അബ്ദുള്ളയുടെ ഇന്നലകൾക്കപ്പുറം, MT എഴുതിയ അസുരവിത്ത്. അപ്പൊ ഇത്രയാണ് എൻ്റെ 2025 വായന. ഇതിൽ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങളെ പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെ പറ്റി വേറൊരു വീഡിയോയും ചെയ്യാം. താങ്ക് യു.